ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ബില്ലിംഗ് സ്റ്റാഫിന്റെയും ക്യാഷറുടെയും സെക്യൂരിറ്റി ഗാർഡിന്റെയും മാനേജറുടെയും റിസപ്ഷനിസ്റ്റിന്റെയും ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇതേ മേഖലയിൽ മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അവസരം ലഭിക്കും. ശമ്പളം മറ്റു കാര്യങ്ങൾ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് കൊല്ലത്തേക്കാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ്, അഡ്മിൻ ആൻഡ് അക്കൗണ്ടന്റ് ഓഫീസർ, ജൂനിയർ ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ്, ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ ഒഴിവുകളാണ്. ഒഴിവുകൾ വന്നിട്ടുള്ളത് ഗൾഫിലെ ഒരു കമ്പനിയിലേക്കാണ്. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക. ഓഫീസ് അസിസ്റ്റന്റിന്റെയും സ്റ്റോർ മാനേജറുടെയും ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. 28 വയസ്സിൽ താഴെ പ്രായമുള്ള ആളുകൾക്കാണ് അവസരം ലഭിക്കുന്നത്. ശമ്പളം 20,000 രൂപയിൽ കൂടുതൽ ഉണ്ടായിരിക്കും. താമസ സൗകര്യവും ഭക്ഷണവും ആവശ്യമുള്ളവർക്ക് അറേഞ്ച് ചെയ്തു തരുന്നതാണ്. ടീച്ചിങ് ജോലി അറിയാവുന്ന സ്റ്റാഫുകളെ ആവശ്യമുണ്ട്. ഡിസൈന്, വെബ് ഡെവലപ്മെന്റ്, ബ്ലോക്ക് ചെയിന്, ക്ലൗഡ് ആൻഡ് ഡാറ്റ അനലിസ്റ്റ്, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലയിൽ അറിവുള്ള ടീച്ചർമാരെയാണ് ആവശ്യമുള്ളത്. താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക. ശമ്പളം മറ്റു കാര്യങ്ങൾ അഭിമുഖത്തിൽ സംസാരിക്കേണ്ടതാണ്. ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഓസ്ട്രേലിയ ഏരിയയിലേക്കാണ്. അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് സെക്യൂരിറ്റി ഗാർഡിന്റെ വേക്കൻസിയാണ്. തൃശ്ശൂരിലാണ് ഒഴിവുകൾ. ജോലി സമയം വരുന്നത് രാത്രിയിലായിരിക്കും. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചന്വേഷിക്കുക. ശമ്പളം മറ്റു കാര്യങ്ങൾ അഭിമുഖത്തിൽ സംസാരിക്കുക. അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് റീറ്റെയിൽ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസിയും ക്യാഷർ ആൻഡ് അക്കൗണ്ടന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസിയും കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസിയുമാണ്. ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഒരു ഗൾഫിലുള്ള കമ്പനിയിലേക്കാണ്. താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ബയോഡാറ്റ താഴെ കാണുന്ന ഇമെയിൽ അയച്ചു കൊടുക്കേണ്ടതാണ്. ചിപ്സ് ഉണ്ടാക്കാൻ അറിയുന്ന സ്റ്റാഫിന്റെയും പാക്കിംഗ് സ്റ്റാഫിന്റെയും QR കോഡ് ആൻഡ് സീലിംഗ് സ്റ്റാഫിന്റെയും ഒഴിവുകൾ വന്നിട്ടുണ്ട്. കൊല്ലത്തേക്കാണ് ഇപ്പോൾ ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത്. എക്സ്പീരിയൻസ് അനുസരിച്ച് ശമ്പളം 15,000 മുതൽ 29,000 രൂപ വരെ ലഭിക്കും. ജോലി സമയം വരുന്നത് 12 മണിക്കൂർ ആയിരിക്കും. താല്പര്യമുള്ളവർ ബയോഡാറ്റ അയച്ചു കൊടുക്കുക. അടുത്ത ഒഴിവുകൾ വന്നിട്ടുള്ളത് അക്കൗണ്ടന്റിന്റെ വേക്കൻസിയാണ്. UAE-യിൽ ജോലി ചെയ്ത് മുൻപരിചയം നിർബന്ധമായും ഉണ്ടായിരിക്കണം. മുൻപരിചയം ഇല്ലാത്തവരെയും പരിഗണിക്കും. ബാച്ചിലർ BCom യോഗ്യത ഉണ്ടായിരിക്കേണ്ടതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിലിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക. റെസ്റ്റോറന്റിലേക്ക് ഷെഫിന്റെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ശമ്പളം 30,000 രൂപ വരെ ലഭിക്കും. കൂടാതെ സീനിയർ ക്യാപ്റ്റന്റെയും വെയിറ്ററുടെയും ക്ലീനിംഗ് ബോയുടെയും സ്റ്റോർ കീപ്പറുടെയും വേക്കൻസിയും വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർ ബയോഡാറ്റ അയച്ചു കൊടുക്കുക. ഗൾഫിലെ ഒരു പ്രമുഖ ഗ്രൂപ്പിന്റെ കീഴിൽ വിവിധ സ്ഥാപനങ്ങളിലേക്കായി 1000-ലധികം ഒഴിവുകൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ ഒഴിവ് കസ്റ്റമർ സർവീസ് അസോസിയേറ്റീവിന്റേതാണ്. 1000-ലധികം ഒഴിവുകളാണ് ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ളത്. ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇതേ മേഖലയിൽ 3 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, ഡിസ്കൗണ്ട് സെയിൽ ഏരിയയിൽ ഉണ്ടായിരിക്കണം. 30 വയസ്സിൽ താഴെ പ്രായമുള്ള ഹിന്ദി, ഇംഗ്ലീഷ് ലാംഗ്വേജുകൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് അവസരം ലഭിക്കും. അടുത്ത ഒഴിവുകൾ വന്നിട്ടുള്ളത് അക്കൗണ്ടന്റിന്റെ വേക്കൻസിയാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് BCom യോഗ്യതയും കൂടാതെ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ടാലിയിൽ അറിവുണ്ടായിരിക്കേണ്ടതാണ്. 30 വയസ്സിൽ താഴെ പ്രായമുള്ളവരെ പരിഗണിക്കും. അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് ക്യാഷറുടെ വേക്കൻസിയാണ്. 300-ലധികം ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇതേ മേഖലയിൽ മുൻപരിചയം ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ്. റീറ്റെയിൽ സ്റ്റോറുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന. ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. മിനിമം +2 വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം. 30 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കാണ് അവസരം ലഭിക്കുക. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ബയേഴ്സിന്റേതാണ്. ഈ മേഖലയിൽ ജോലി ചെയ്ത് 4 മുതൽ 6 വർഷം വരെയുള്ള FMCG മേഖലയിലുള്ള മുൻപരിചയവും സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് മേഖലയിലുള്ള മുൻപരിചയവും ഉണ്ടായിരിക്കണം. 25-ലധികം ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ബ്യൂട്ടി ഐറ്റംസ്, ഡ്രിങ്ക്സ് തുടങ്ങി എല്ലാത്തിലും അറിവുണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് റിസീവറുടെ വേക്കൻസിയാണ്. ഇതേ മേഖലയിൽ 2 വർഷം മുതൽ 3 വർഷം വരെയുള്ള മുൻപരിചയം പരിഗണിക്കും. സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. 30 വയസ്സിൽ താഴെ പ്രായം ആയിരിക്കണം. 25-ലധികം ഒഴിവുകൾ വന്നിട്ടുണ്ട്. അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് ICT എക്സിക്യൂട്ടീവിന്റെ വേക്കൻസിയാണ്. IT ഇൻഫ്ര മേഖലയിൽ 1 മുതൽ 3 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് പരിഗണിക്കും. പ്രായം 30 വയസ്സിൽ താഴെ ആയിരിക്കണം. ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ള ഒഴിവുകൾ 25 എണ്ണമാണ്. അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് സ്റ്റോർ മാനേജറുടെ വേക്കൻസിയാണ്. 25-ലധികം ഒഴിവുകൾ വന്നിട്ടുണ്ട്. 7 മുതൽ 10 വർഷം വരെയുള്ള റീറ്റെയിൽ സ്റ്റോർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ സൂപ്പർവൈസർ മേഖലയിൽ ജോലി ചെയ്ത് മുൻപരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ്. നല്ല അനലിസ്റ്റ് സ്കില്ലും ബിസിനസ് മേഖലയിൽ അറിവും ഉണ്ടായിരിക്കേണ്ടതാണ്. ഹിന്ദി, ഇംഗ്ലീഷ് ലാംഗ്വേജുകൾ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അടുത്ത ഒഴിവുകൾ വന്നിരിക്കുന്നത് സെക്ഷൻ സൂപ്പർവൈസറുടെ ഒഴിവാണ്. 100-ലധികം ഒഴിവുകൾ വന്നിട്ടുണ്ട്. മിനിമം 4 വർഷത്തിൽ കുറയാത്ത റീറ്റെയിൽ സ്റ്റോർ മേഖലയിലുള്ള മുൻപരിചയം ഉണ്ടായിരിക്കണം. കൂടാതെ സെഷൻ സൂപ്പർവൈസർ മേഖലയിൽ ജോലി ചെയ്തുള്ള മുൻപരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക. മൈക്രോസോഫ്റ്റ്, എക്സൽ തുടങ്ങിയവ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ്, ഹിന്ദി ലാംഗ്വേജുകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്.
അടുത്ത ഒഴിവുകൾ വന്നിട്ടുള്ളത് HR ആൻഡ് അഡ്മിൻ എക്സിക്യൂട്ടീവിന്റെ വേക്കൻസിയാണ്. MBA യോഗ്യതയും 3 വർഷം മുതൽ 5 വർഷം വരെ HR ഓപ്പറേഷൻ മേഖലയിലുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഹിന്ദി, ഇംഗ്ലീഷ് ലാംഗ്വേജുകൾ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. 30 വയസ്സിൽ താഴെ പ്രായമുള്ള ആളുകൾക്കാണ് അവസരം. എക്സൽ ഷീറ്റുകൾ അനലൈസ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്ത ഒഴിവുകൾ വന്നിട്ടുള്ളത് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസിയാണ്. 25ലധികം ഒഴിവുകൾ വന്നിട്ടുണ്ട്. 5 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് പരിഗണിക്കുന്നതാണ്. അടുത്ത ഒഴിവുകൾ വന്നിട്ടുള്ളത് മാർക്കറ്റിംഗ് മാനേജറുടെ ഒഴിവാണ്. MBA യോഗ്യതയും 6 മുതൽ 8 വർഷം വരെ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സോഷ്യൽ മീഡിയ ഹാൻഡിലിംഗ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഈ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന ഇമെയിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക. സബ്ജക്റ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഫീൽഡ് വർക്ക് ചെയ്യുന്നതിന് സ്റ്റാഫുകളെ ആവശ്യമുണ്ട്. ശമ്പളം 20,000 രൂപയിൽ കൂടുതൽ ലഭിക്കും. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആയിരിക്കുന്നതാണ്. പാലക്കാട് ജില്ലയിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഓട്ടോ ഇലക്ട്രീഷ്യന്റെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ശമ്പളം മാസം 30,000 രൂപയിൽ കൂടുതൽ സാലറി ലഭിക്കും. ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ്. ഈ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് താമസ സൗകര്യവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ്. തൃശൂരുള്ള ഒരു സ്ഥാപനത്തിലേക്ക് പാക്കിംഗ് ജോലിക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. സ്ത്രീകൾക്കാണ് അവസരം ലഭിക്കുന്നത്. ദിവസക്കൂലി 300 രൂപയിൽ കൂടുതൽ ലഭിക്കും. ജോലി സമയം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ആയിരിക്കും. താല്പര്യമുള്ളവർ വിളിച്ച് അന്വേഷിക്കുക. ഒഴിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ഒഴിവുകൾ വന്നിട്ടുള്ളത് എറണാകുളത്തുള്ള ഒരു വീട്ടിലേക്ക് ജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട്. 48 വയസ്സിൽ താഴെ പ്രായമുള്ള മലയാളം സംസാരിക്കാൻ അറിയുന്ന ആളുകൾക്ക് അവസരം ലഭിക്കും. ശമ്പളം മാസം 25,000 രൂപയിൽ കൂടുതൽ ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക. താമസ സൗകര്യം ഉണ്ടായിരിക്കും. ഫാമിൽ ജോലി ചെയ്യുന്നതിന് സ്ത്രീയെ ആവശ്യമുണ്ട്. ശമ്പളം 15,000 രൂപയിൽ കൂടുതൽ ലഭിക്കും. ജോബ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. മുൻപരിചയം ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ്. ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് കുക്കിന്റെ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട്. പത്തനംതിട്ടയിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ശമ്പളം 15,000 രൂപയിൽ കൂടുതൽ ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. എറണാകുളത്തേക്ക് ഹോസ്റ്റലിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിന് കുക്കിനെ ആവശ്യമുണ്ട്. ശമ്പളം 20,000 രൂപയിൽ കൂടുതൽ ലഭിക്കുന്നതാണ്. പുരുഷന്മാർക്ക് അവസരം ഉണ്ടായിരിക്കും. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക. ഒഴിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക.